ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. അനുരഞ്ജനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ദിനങ്ങളാണ് നോമ്പുകാലം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ ഈ ലോക ജീവിത യാത്രയുടെ അവസാനവും അതോടൊപ്പം തന്നെ ക്രൂശിലേക്കുള്ള യാത്രയും, ആ ക്രൂശ് വഹിക്കുന്നതിന് മുമ്പ് കർത്താവ് അനുഭവിക്കുന്ന പീഡനങ്ങളും വേദനകളും അപമാനങ്ങളും, അതോടൊപ്പം ക്രൂശുമായി നടന്നു നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഒക്കെ ആഴമായി ധ്യാനിക്കുന്ന നാളുകൾ. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാല ധ്യാനത്തിൽ ഞാൻ ഇന്ന് ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, അതിൻ്റെ ആദ്യ താളുകളാണ്. അവിടെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്: ഒരു മനുഷ്യൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചിലത് നല്ല നിലത്തും വീണു. പാറസ്ഥലത്ത് വീണത് മുളച്ചു പൊങ്ങി വേരെ ഓടുവാൻ കഴിയാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു. വഴിയരികിൽ വീണത് പറവകൾ കൊത്തിക്കൊണ്ടു പോകുന്നു. മുള്ളിനിടയിൽ വീണത് വളർന്നു പൊങ്ങുന്നുണ്ട്, പക്ഷേ മുള്ള് വളരുന്നതനുസരിച്ച് ഈ ചെടിയെ ഞെരുക്കി കളയുന്നുണ്ട്. എന്നാൽ നല്ല നിലത്ത് വീണത് 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിച്ചു എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൽ പ്രിയരെ, പലപ്പോഴും വഴുതി വീഴുന്ന വിത്തുകളായി നാം നമ്മുടെ ജീവിത യാത്രയിൽ മാറാറുണ്ട്. പാറസ്ഥലങ്ങളിലും വഴിയരികുകളിലും മുള്ളിനിടയിലും പോയി വീണ് താൽക്കാലികമായ സുഖങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, അല്പമൊക്കെ വളർന്ന് പൊങ്ങുവാൻ സാധിക്കും. പക്ഷേ അത് അതുപോലെ തന്നെ ഞെരുങ്ങിപ്പോവുകയും വാടിപ്പോകുകയും അല്ലെങ്കിൽ മറ്റുള്ളവ വന്ന് പെറുക്കിക്കൊണ്ടുപോവുകയും ദുഷ്ടൻ പതിയിരുന്ന് ആക്രമിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശരിയായ ഇടങ്ങളിൽ വീഴുക എന്നുള്ളതാണ് ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നല്ല നിലത്ത് വീഴുക എന്നുള്ളതാണ് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ ഇടങ്ങളിൽ വീഴുന്നുവെങ്കിൽ 30, 60, 100 മേനി വിളയുവാൻ സാധിക്കും എന്നുള്ളതാണ്. ശരിയായ ഇടങ്ങളിൽ മണ്ണ് ഒരുക്കപ്പെട്ടിട്ടുണ്ടാകും. ശരിയായ ഇടങ്ങളിൽ ആവശ്യമായ ജലവും വളവും ലവണങ്ങളുമെല്ലാം ഉണ്ടാകും. ശരിയായ ഇടങ്ങളിൽ തോട്ടക്കാരൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഉടയവൻ്റെ സംരക്ഷണവും കരുതലും സ്നേഹവും ഉണ്ടാകും. ആഴത്തിൽ വേരോടുവാൻ തക്കവണ്ണം ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ക്രിസ്തുവിൽ പ്രിയരെ, അവിടെ ഫലം പുറപ്പെടുവിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ സൈബർ യുഗത്തിൽ നമ്മൾ എവിടെ വീഴണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. വഴിയരികുകളിൽ വീണുപോയാൽ അല്പകാലം ജീവിക്കുവാൻ അല്ലെങ്കിൽ മുളച്ച് വരുവാൻ പോലും കഴിയാതെ നമ്മുടെ ജീവിതത്തെ ദുഷ്ടൻ പതിയിരുന്ന് ആക്രമിച്ച് കൊത്തിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ പറവകൾ കൊത്തിക്കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഇനിയും പാറസ്ഥലത്താണെങ്കിൽ അല്പസമയം അവിടെ വീണ് മുളച്ചു പൊങ്ങും, പക്ഷേ അതുപോലെ നശിച്ചു പോകുന്നു. മുള്ളിനിടയിൽ വീഴുമ്പോൾ അത് ഞെരുക്കി കളയും. ജീവിതം ഞെരിഞ്ഞ് അമരും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ആധുനിക നൂറ്റാണ്ടിൽ, ഈ സൈബർ യുഗത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ വീഴണം എന്നുള്ളത്, നമ്മൾ ആരിൽ വീഴണം എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്. മാരാമൺ കൺവെൻഷനിലെ അനുഗ്രഹീതമായ ഒരു ഗാനമുണ്ട്: ജീവിത യാത്രക്കാര, നിൻ കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുമ്പിലെന്ത്? പ്രിയമുള്ളവരെ, നിൻ തോണിയിൽ യേശുവുണ്ടോ? എങ്കിൽ നിന്നെ ലക്ഷ്യത്തിലെത്തിക്കുമെന്നതിൻ്റെ അവസാന വരികൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ലക്ഷ്യത്തിൽ വീഴണമെങ്കിൽ നമ്മളോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണം. ഈ നോമ്പുകാലം കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ, വഴുതി പോകുന്ന വിത്തുകളായിട്ടല്ല, വഴിയരികുകളിലും പാറസ്ഥലങ്ങളിലും മുള്ളിനിടയിലും വീഴുന്ന വിത്തുകളായിട്ടല്ല, നല്ല നിലത്ത് വീഴുന്ന, മറ്റുള്ളവർക്ക് ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുകളായി മാറുവാൻ, അനേകരെ നമ്മുടെ ജീവിത യാത്രയിൽ അവർക്ക് പ്രയോജനമുള്ള ജീവിത അനുഭവങ്ങളായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ആമേൻ.